ഹലോ അസ്സലാമു അലൈക്കും. കൂട്ടുകാർക്കൊക്കെ സുഖമല്ലേ? സുഖമായിട്ടിരിക്കുന്നത് വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും വളരെ ചെറിയൊരു വീഡിയോമേ കൂട്ടുകാരുടെ മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം മുത്തുവാവ എന്ന ഈ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പുതുതായിട്ട് ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ. അപ്പം നമുക്ക് കഥയൊന്നും പറഞ്ഞില്ലെങ്കിൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. രാവിലെ തന്നെ എഴുന്നേറ്റ് അപ്പോൾ കഞ്ഞി അടുപ്പത്തിട്ടു. അതുപോലെ തന്നെ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കാനുള്ള നോക്കുവാണ്. അപ്പം മിനിഞ്ഞാന്ന് അരച്ച മാവാണ്, കുറച്ചുകൂടെ ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ ഇഡ്ഡലി ചുടുവാണ്, മക്കൾ കഴിച്ചോളും കേട്ടോ. ഇഡ്ഡലിയും ഇന്ന് ചമ്മന്തിയും കൂടെ അരയ്ക്കാമെന്നാണ് ഓർത്തിരിക്കുന്നത്. അപ്പോൾ പനിയുണ്ട്, നല്ല തലവേദനയുണ്ട്, അതുകൊണ്ട് ആകെപ്പാട് അസ്വസ്ഥതയിലാണ് കേട്ടോ. എന്തായാലും മക്കളെ വരണമല്ലോ രാവിലെ. അപ്പോഴത്തേക്ക് പരീക്ഷയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലെ തന്നെ ഇത് ഞാൻ ഇഡ്ഡലി ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം കൂട്ടുകാരാരെങ്കിലും ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തന്നെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ. അപ്പോൾ മുന്നിലിരുന്ന വീഡിയോക്കൊക്കെ സപ്പോർട്ട് വരുന്നുണ്ട്, അതുപോലെ ഈ വീഡിയോക്കൊക്കെ സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഞാൻ എന്താ ഇഡ്ഡലിയുടെ മാവൊക്കെ ഒഴിച്ച് നമ്മൾ ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോരോ പണികളാണ് കേട്ടോ. രാവിലെ തന്നെ മക്കളിൽ നിന്ന് പഠിക്കുന്നുണ്ട്. രാവിലെ ഒരാൾക്ക് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഉണ്ട്, ബാക്കി 2 പേർക്ക് ഉച്ചവരെ പരീക്ഷയുണ്ട്. അങ്ങനെ അന്നേരം പിന്നെ ചോറ് കൊണ്ടുപോകണം കേട്ടോ. അപ്പം 3 പേർക്കും ചോറൊക്കെ കൊണ്ടുപോകണം. അപ്പം പെൺപിള്ളേർ പിന്നെ സ്കൂളിൻ്റെ അടുത്ത് തന്നെ ഒരു കൂട്ടുകാരുടെ വീടുണ്ട്, അവിടെ തരുന്ന കൂട്ടം കൂടിയിരുന്ന് കൂട്ടുകാരെല്ലാം കൂടി ഇരുന്ന് പഠിച്ചിട്ട് എല്ലാവരും വൈകിട്ടേ പോകത്തുള്ളേ. ഇപ്പോൾ ടീച്ചർ അതിന് അനുമതി കൊടുത്തിട്ടുമുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ രാവിലെ എന്നാൽ മക്കൾക്ക് ചോറ് കൊടുത്തുവിടാൻ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി വെക്കാമെന്ന് ഓർത്തു. പിന്നെ ഇന്നലെ വൈകിട്ടത്തെ കുറച്ച് മെഴുക്കുവരട്ടി ഇരിപ്പുണ്ട് കേട്ടോ. അത് ആസിപ്പ് കേട്ടോ. ചെറുക്കായി രാവിലെ തന്നെ പറഞ്ഞു പയർ മെഴുക്കുവരട്ടി എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നാൽ അതുകൂടെ ചൂടാക്കി കൊടുത്തു വിടാമെന്നുള്ള ഉദ്ദേശത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ വെണ്ടയ്ക്കയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുക. വെണ്ടയ്ക്ക അരിയുമ്പോൾ കൂട്ടുകാരെല്ലാം ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. ചിലപ്പോൾ രാജാക്കന്മാരും റാണികളും ഒക്കെ ഇതിൻ്റെ അകത്ത് ഒളിച്ചിരിപ്പുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വേണം നമ്മൾ ഈ വെണ്ടയ്ക്ക അരിയാൻ. നമ്മൾ കാണത്തില്ല, നമ്മൾ ഈ ചെറപറാന്ന് അരിഞ്ഞു വിടുമ്പോഴത്തേക്ക് ഉണ്ടല്ലോ അതിൻ്റെ ഇടയിലൊക്കെ ഇരിക്കും. അതൊക്കെ ഒന്ന് നോക്കിയും കണ്ടൊക്കെ വേണം നമ്മൾ ഈ വെണ്ടയ്ക്ക ഒന്ന് അരിഞ്ഞ് ഇടാൻ. അതുപോലെ തന്നെ ഒരു കാരണവശാലും വെള്ളത്തിൽ അരിഞ്ഞിടുകയും ചെയ്യരുത് കേട്ടോ. വെണ്ടയ്ക്ക എല്ലാ കൂട്ടുകാർക്കും അറിയാം, എന്നാലും അറിയാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അറിഞ്ഞോട്ടെ എന്ന് ഓർത്ത് പറയുന്നതാണ് കേട്ടോ. പൊട്ടത്തരാണെന്ന് ഓർത്തുകൊണ്ട് ആരും ഇതിൻ്റെ പറയാനൊന്നും വന്നേക്കരുതേ. അപ്പോൾ ഓരോ വീഡിയോ ഇടുമ്പോഴും ഓരോ വോയിസൊക്കെ കൊടുക്കുമ്പോഴൊക്കെ നമുക്ക് പേരുണ്ട് കേട്ടോ. ഓരോരോ വീഡിയോകളും പിന്നെ അതിൻ്റെ ട്രോളും കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ട് ഇങ്ങനെ വരുന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വെണ്ടയ്ക്കയൊക്കെ അരിഞ്ഞ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ വീഡിയോസ് ഇടണമെന്ന് ഓർത്തതാണ് കേട്ടോ. രാവിലെ അപ്പോൾ എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ മക്കളെ സ്കൂളിലെല്ലാം വിട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയൊക്കെ അടുപ്പിൽ വെച്ചു. വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഞാൻ വെക്കുന്ന രീതി എന്ന് വെച്ചാൽ എണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കായും സബോളയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കും. എന്നിട്ടൊന്ന് ഇളക്കി ഇടും, അടച്ചു വെക്കുക കേട്ടോ. ഇളക്കിയാണ് വരട്ടിയെടുക്കുന്നത് കേട്ടോ. നന്നായിട്ട് വരണ്ട് കഴിയുമ്പോൾ വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് ഒരല്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് വാങ്ങും. അപ്പോൾ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി റെഡിയായി. അതിനുശേഷം നമ്മൾ ചമ്മന്തിയൊക്കെ അരച്ച് റെഡിയാക്കി എടുത്തോ. പല വീഡിയോയിൽ ചമ്മന്തി അരച്ചതൊക്കെ കാണിച്ചിട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ ചമ്മന്തി അരച്ച വീഡിയോ ഒന്നും കാണിക്കാതെ തേങ്ങയും ഉള്ളിയും ഇഞ്ചിയും ഇതൊക്കെ കൂട്ടി ഒന്ന് അരച്ചെടുക്കുക. ഒരു 2 ചെറിയ ഉള്ളി എല്ലാം കൂടെ അരച്ചെടുത്തിട്ട് നമ്മൾ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് നമ്മൾ അരച്ചത് അരപ്പിട്ട് വെള്ളം ഒഴിച്ച് കലക്കിയെടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ഇഡ്ഡലിയെല്ലാം ചുട്ടെടുത്തു. അതിനുശേഷം മക്കൾക്ക് കൊണ്ടുപോകാനുള്ള ചോറും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പം ധൃതി വെച്ചാണ് വോയിസ് വിടുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇന്ന് വ്യാഴാഴ്ചയാണ്. അപ്പോൾ ഇന്ന് വീട്ടിൽ ആൾ കാണും. ഇന്നലെയൊക്കെ നല്ല ആളുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഒന്നും പോകാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് പൈനാപ്പിൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് പോകണമെന്ന് ഓർത്തിരിക്കുന്നു. അപ്പം കുറച്ച് പരിപാടികൾ, വീട്ടിലെ ജോലികളൊന്നും തീർക്കണം. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി സ്പീഡ് ചേർത്താണ് കേട്ടോ ഞാൻ ഈ വോയിസ് വിടുന്നത്. അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൂട്ടുകാരൊന്ന് ക്ഷമിച്ചേരണേ. അപ്പോൾ അങ്ങനെ ഞാൻ ചോറും കാര്യങ്ങളെല്ലാം എടുത്തു. ഞാൻ പറഞ്ഞില്ലേ ചെറുക്കായ്ക്ക് പയർ മെഴുക്കുവരട്ടി വേണമെന്ന് പറഞ്ഞു കേട്ടോ. ഞാനത് ഒന്ന് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചൂടായിട്ടൊന്ന് വെക്കാമെന്ന് ഓർത്തുകൊണ്ട് ഞാൻ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ് പയർ മെഴുക്കുവരട്ടി എന്ന് പറഞ്ഞാൽ. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് ഏത് രീതി വെച്ചതാണേലും പയർ മെഴുക്കുവരട്ടി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വേറെ ഒരു കറിയും വേണ്ട അവന് കേട്ടോ. അത് കൂട്ടി മാത്രം കഴിച്ചോളും കേട്ടോ. അപ്പോൾ എന്താണേലും ഞാൻ ചമ്മന്തി ഇഡ്ഡലിയൊക്കെ എടുത്ത് വെച്ചു. 3 പാത്രത്തിൽ ചോറും എടുത്തു, വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയൊക്കെ എടുത്തു. അപ്പം പിന്നെ ഇച്ചിരി ഉണ്ട്, ഒരു ലേശം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇന്നലെ എല്ലാവരും കൂട്ടിയതിൻ്റെ ബാക്കിയാണ്.
അപ്പോൾ അത് കളയാതെ അത് അടച്ചു വെച്ചിരുന്നു. അപ്പോൾ ഞാനത് ആ മെഴുക്കുവരട്ടിയും കൂടെ ചെറുക്കായിക്ക് എടുത്ത് വെച്ചു. അങ്ങനെ അതും കൂടെ എല്ലാം എടുത്ത് മക്കളെ സ്കൂളിൽ വിടാൻ വേണ്ടി എല്ലാം എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിത് എടുത്തുകൊണ്ടിരുന്നപ്പം തന്നെ ചെറുക്കായ കാപ്പി കുടിക്കാൻ വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, എടാ ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞു. അവനിങ്ങനെ നിൽപ്പുണ്ട്, അവനത് കുടിച്ചിട്ട് വേണം, ഇന്നിച്ചിരി നേരത്തെ പോകണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. അപ്പം കൂട്ടുകാരെല്ലാം കൂടി എടാ നേരത്തെ ഇറങ്ങണമെന്നൊക്കെ പറഞ്ഞ് ഫോൺ വിളിച്ച് പറയുന്നതൊക്കെ നമ്മൾ കേട്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് എന്താണെന്ന് അറിയത്തില്ല, പഠിക്കാനോ എടുക്കാനോ വല്ലതും ആയിരിക്കും. പിന്നെ അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പിന്നെ പ്രത്യേകിച്ച് വലിയ ഇതൊന്നും തിരക്കില്ല കേട്ടോ. പിന്നെ 5-10 മിനിറ്റ് നേരത്തെ അല്ലേ പോകുന്നതെന്ന് ഓർത്ത് ഞാൻ പിന്നെ ഒന്നും മിണ്ടിയില്ല. പിന്നെ താഴത്തെ കൊച്ചിനെ അവിടെ കൊണ്ടുപോകണം, അതൊക്കെ ഉണ്ട്. പിന്നെ ഇവർ അങ്ങ് നടന്നുകൊണ്ട് ചെല്ലണ്ടേ. അപ്പോഴത്തേക്കൊക്കെ സ്കൂളിൽ ബെല്ലടിച്ച് സ്റ്റാർട്ട് ബെല്ലടിച്ച് പിന്നെ ക്ലാസ് കയറിയിരിക്കാനുള്ള സമയമൊക്കെ ആകും കേട്ടോ. ഇവിടെ നിന്ന് ഒരു 10-15 മിനിറ്റ് നടക്കാനുള്ള ദൂരമുണ്ട് കേട്ടോ. ഞാൻ വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നപ്പം പിന്നെയും വീണ്ടും വന്നു കേട്ടോ. അവൻ എൻ്റെ തലയിലിരിക്കുന്ന തോർത്തായിരുന്നു, രാവിലെ തലയിൽ കിട്ടിയിരുന്നു, അതെല്ലാം വലിച്ചു പറിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ. തോർത്തെടുത്ത് തലയിൽ കെടുത്താൻ ഭയങ്കര ദേഷ്യമാണ്. ഞാൻ രാവിലെ എഴുന്നേറ്റ് ചിലപ്പോഴത്തേക്ക് കിട്ടിയത് കണ്ടപ്പോഴത്തേക്ക് തോർത്തെടുത്ത് നമ്മൾ കൈ മുഖം പല്ലൊക്കെ തേച്ച് കഴിയുന്നുണ്ട്, ആ മുഖം തുടച്ച് ആ തോർത്ത് പിന്നെ തലയിലേക്ക് തന്നെ കിട്ടി. അതാണ് കേട്ടോ സത്യം. പിന്നെ ദേഹത്തൊരു ഷാളും എടുത്തിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓരോരോ പണികൾ ചെയ്യുന്ന കണ്ടപ്പോഴത്തേക്ക് അവൻ തന്നെ വന്ന് കാപ്പിയൊക്കെ എടുക്കുകയാണ് കഴിക്കാനേ. അപ്പം ഞാൻ ചമ്മന്തിയിലെ തവിയൊന്ന് മാറ്റിയിടാൻ വേണ്ടി മറന്നുപോയി കേട്ടോ. അപ്പോൾ അവൻ ഞാനിട്ട തവിയും കൊണ്ട് അവന് കോരാൻ പറ്റുന്നില്ല കണ്ടോ, കാണിക്കുന്നത് കണ്ടോ. ലാസ്റ്റ് അവൻ ചെയ്യുന്ന പരിപാടികളോട് നിങ്ങളൊന്ന് കണ്ടു നോക്കണം കണ്ടോ. അവന് ഒരു രക്ഷയില്ല, അവൻ ചട്ടിയോടെ എടുത്ത് ലാസ്റ്റ് കമത്തുന്നിട്ട് അവൻ ചിരിക്കുവാണ് കേട്ടോ. അങ്ങനെ അവൻ ചട്ടിയോടെ എടുത്ത് ചമ്മന്തിയൊക്കെ ഒഴിച്ച് അവൻ ഇഡ്ഡലി എടുത്തുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പം എനിക്കത് കണ്ടപ്പോൾ ഇത് ക്യാമറ ഓണാക്കിയിരിക്കുമായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഈ രംഗമൊക്കെ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ കാണുന്നത് തന്നെ കേട്ടോ. എന്താണ് പിന്നെ ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞില്ല, അത് തന്നെ അവിടെ ഇട്ട് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ മക്കൾക്ക് ചായയൊക്കെ എടുക്കുകയാണ്. അപ്പം മക്കളെല്ലാം ഒരുങ്ങി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ചായയും കൂടി ഇട്ട് കൊടുക്കാമെന്ന് ഓർത്തു. പാല് മേടിയിലില്ല കേട്ടോ. 2 ദിവസം ചായ കുടിച്ചപ്പോൾ പിന്നെ ചായ കാണുമ്പോൾ ഞാൻ കുടിക്കും കേട്ടോ. അപ്പം എനിക്ക് പിന്നെയും കഫക്കെട്ടാവും. അപ്പോൾ മക്കൾ ഭയങ്കര വഴക്കാണ് പാല് മേടിക്കുന്നതിനെ കുറിച്ച് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പാല് മേടിയിൽ അങ്ങനെ തീർത്ത് പൊതുവേ കുറവാണ്. പിന്നെ ഇടയ്ക്കൊക്കെ പിന്നെ മേടിക്കും കേട്ടോ. ഇപ്പം തീർത്തും കുറവാണ് പാലും മേടിയിൽ കേട്ടോ. അത് തന്നെയല്ല, രാവിലെ എഴുന്നേറ്റ് പാല് നമ്മൾ സൊസൈറ്റിയിലെ പാൽ ഇതുവഴി വണ്ടികളിൽ വരും. അപ്പോൾ അത് മേടിക്കണം രാവിലെ 6 മണിയാകുമ്പോൾ നമ്മൾ റോഡിൽ കയറി പോകണം. ആ സമയത്ത് മക്കൾക്കും പോകാൻ മടി, എനിക്കും പോകാൻ മടിയാണ്. പിന്നെ രക്ഷ കവർ പാല് മാത്രമേ കാണുള്ളൂ, അത് എപ്പോഴും കാണത്തുമില്ല നമ്മൾ മേടിച്ചുകൊണ്ട് വെച്ചേക്കുന്നത്. അപ്പോൾ എന്തായാലും കടിഞ്ചായൊക്കെ ഇട്ട് റെഡിയാക്കി എടുത്തു. അപ്പം വീണ്ടും പറയാം, കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിലേക്ക് ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തോട് കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കമൻറ്റുകൾ ഇടാനൊക്കെ മറക്കരുത്. കമൻറ്റുകൾ വായിക്കാനും അതിൻ്റെ മറുപടി കൊടുക്കാനൊക്കെ വളരെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ കമൻറ്റും കാര്യങ്ങളും അതിൻ്റെ അഭിപ്രായമൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമാണ് കേട്ടോ. നിങ്ങളുടെ ഓരോരോ സപ്പോർട്ടുമാണ് എനിക്ക് മുന്നോട്ട് വീഡിയോ ഇടാൻ പ്രചോദിപ്പിക്കുന്നത്, പിന്നെ എനിക്ക് ഈ ചാനൽ വഴി മുന്നോട്ട് പോകാൻ പറ്റുന്നതും കേട്ടോ. എല്ലാ കൂട്ടുകാരുടെ സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയ കൂട്ടുകാർ ഒരുപാട് പേര് വരുന്നുണ്ട്. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ കമൻറ്റുകളൊക്കെ നോക്കി ഞാൻ അവരുടെ പ്രൊഫൈലിലൊക്കെ കയറി എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ അതിൽ ഒരു തട്ട് ഇഡ്ഡലിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതും കൂടെ എടുത്തിട്ട് ബാക്കി മാവ് എടുത്ത് വെക്കുകയാണ്. അങ്ങനെ മക്കളെല്ലാം സ്കൂളിൽ വിട്ടു. അടുക്കളയും കാര്യങ്ങളെല്ലാം വൃത്തിയാക്കി, പെരയും കാര്യങ്ങളെല്ലാം വൃത്തിയാക്കി, തുടപ്പും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്നത്തെ അടുക്കളപ്പണിയെല്ലാം കഴിഞ്ഞു, വീട് വൃത്തിയാക്കൽ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ലാസ്റ്റ് ഞാൻ അത് കഴിഞ്ഞാണ് കേട്ടോ മുറ്റം തൂക്കാനൊക്കെ ഇറങ്ങുന്നത്. വെച്ചിട്ട് അല്പം വെയിലിൻ്റെ ഇത് വന്നിട്ട് ഇറങ്ങാമെന്ന് ഓർത്തു കേട്ടോ, അല്ലെങ്കിൽ തുമ്മുകയെ. അതുകൊണ്ട് അങ്ങനെ നല്ല ഒരുവിധം വെയിലൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ചെടിയൊക്കെ കണ്ട് വെയിൽ വന്നതേ ഒരുമാതിരി ഇതായിട്ട് നിൽക്കുന്നു. പൂച്ചകളൊക്കെ അവിടെ ഇരിക്കുന്നു. നമ്മുടെ മുറ്റത്തെ പൂക്കൾ അവിടെ ഇവിടെയൊക്കെ ആവശ്യത്തിനായി വരുന്നുണ്ട് കേട്ടോ. കുറേ ബന്ദിയൊക്കെ നട്ടായിരുന്നു കേട്ടോ. മഴയത്തൊക്കെ കുറേയൊക്കെ പോയി, കുറേയൊക്കെ അവിടെ ഇവിടെയൊക്കെ കിളുത്ത് നിൽപ്പുണ്ട്. അങ്ങനെ ലാസ്റ്റ് അന്ന് ഞാനോർത്ത് ബ്രാഷൻ പൊട്ട് പറക്കിയേക്കാമെന്ന് ഓർത്തുകൊണ്ട്, അപ്പോൾ വീഴുന്ന കണ്ടപ്പോഴാണ് കേട്ടോ, വീഴുന്ന ഒച്ചയും കൂടെ കേട്ടപ്പോൾ എന്നാൽ 2-3 പറക്കിയെടുത്തേക്കാന്ന് ഓർത്ത് അങ്ങനെ ബ്രാഷൻ പൊട്ടും കാര്യങ്ങളൊക്കെ പറക്കിക്കൊണ്ടിരിക്കുവാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പാവലും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് കിളുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം പിന്നെ ഞാൻ അതൊക്കെ ഒന്ന് ഇതിൻ്റെ അകത്ത് ചെറുതായിട്ടൊന്ന് ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഇതെടുത്തപ്പോഴത്തേക്ക് ഇത് വവ്വാലാണോ അണ്ണാനാണോ അത് ഈ നമ്മുടെ ബ്രാഷൻ പൊട്ട് കുത്തി താഴെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഒരു 4 പറക്കിയെടുത്തുകൊണ്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. ഒത്തിരി ഒന്നും നീട്ടിപ്പോകുന്നൊന്നുമില്ല കേട്ടോ. ഇപ്പുറത്തേക്ക് വന്നപ്പോഴത്തേക്ക് കണ്ടില്ലേ, നമ്മുടെ തുളസിയും നമ്മുടെ ആ ചെടിയൊക്കെ അവിടെ നിൽപ്പുണ്ട്. അത് അവിടെ തന്നെ ഒരു നാരകം നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. ഒരു ഇല പോലും ഇല്ലാതെ
പുഴുക്കൾ മുഴുവൻ തിന്നു തീർത്തിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. എന്താണേലും എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. മുന്നിലിടുന്ന വീഡിയോക്കൊക്കെ സപ്പോർട്ട് തരുന്ന പോലെ തന്നെ ഈ വീഡിയോയ്ക്ക് സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്തിട്ട് കൂടി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല കേട്ടോ. നിങ്ങളുടെ ഓരോരോ സപ്പോർട്ടുമാണ് എനിക്ക് മുന്നോട്ട് വീഡിയോ ഇടാൻ പ്രേരിപ്പിക്കുന്നത് കേട്ടോ. പറയുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറയുന്നതെന്നു വെച്ചാൽ പുതിയ ആൾക്കാർ വരുന്ന ചാനൽ കാണുവാണെങ്കിൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തോട്ടെ എന്ന് ഓർത്ത് മാത്രമാണ് കേട്ടോ. അപ്പം എൻ്റെ ഇന്നത്തെ ഈ കൊച്ചു വിശേഷം ഇത്രയൊക്കെ മാത്രമേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. അസ്സലാമു അലൈക്കും.